അപ്പോൾ 2 കൂറ് കൂടി ബാക്കിയുണ്ട് അല്ലേ? അതെ അതെ, കുംഭവും മീനവും. കുംഭം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഓക്കെ. അപ്പോൾ കുംഭക്കൂറുകാർക്ക് ഒരു നല്ല കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം വളരെ നന്നായി. 2027 വിഷുവിന് ശേഷമുള്ള കാലഘട്ടം, ജൂണിനൊക്കെ ശേഷമുള്ള കാലഘട്ടം വളരെ അനുകൂലമായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോഴേ തന്നെ ഒരു കോൺഫിഡൻസ് ലഭിച്ചില്ലേ, ഈ വർഷം കുഴപ്പമില്ല പോകും എന്നുള്ളൊരു കോൺഫിഡൻസ്. കുംഭക്കൂറുകാർ പറഞ്ഞിരുന്നു അവിട്ടം 3, 4, ചതയം, പൊരുട്ടാതി 1, 2, 3 പാദം. അപ്പോൾ ഇവർക്ക് ഇന്ന് നമ്മൾ ഇങ്ങനെ പറയുകയാണല്ലോ, മോശമാണെന്ന് പറയുമ്പോൾ നമ്മൾ പറയുകയാണ് അടുത്ത വർഷം നീ രാജാവാകുമെടാ എന്ന് പറയുമ്പോൾ കോൺഫിഡൻസ് ആണ്. നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരു സൊസൈറ്റിയിൽ നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ നിൻ്റെ കാര്യം പോക്കാണെന്ന് പറയുമ്പം അതിപ്പോൾ എനിക്ക് അറിവുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം നോക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൽ എന്താണ്, ഇദ്ദേഹം വലിയ ജ്യോതിഷനാണ്, ഒന്നും ഇല്ല എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. തീർച്ചയായിട്ടും പഠിക്കാൻ ഒരുപാടുണ്ടല്ലോ, നമുക്കറിയില്ലല്ലോ. നമുക്ക് കുറച്ചെന്തെങ്കിലുമൊക്കെ ആണല്ലോ പഠിക്കുന്നത്. ഒരുപാട് പഠിക്കാൻ അറിയാത്തതേ ഉള്ളൂ, ഇവിടെ അറിയുമെന്ന് പറയുന്നില്ല. അപ്പം അങ്ങനെ ഒരു നല്ല ഒരു പോസിറ്റീവായിട്ട് എടുത്ത് ഇപ്പോൾ ഒരു ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടം, അടുത്ത വർഷം നല്ല ഒരു നേട്ടത്തോടു കൂടിയുള്ള വർഷമാണ് കുംഭക്കൂറുകാർക്ക്. തീർച്ചയായിട്ടും അവർ അനുഭവിക്കുകയും ചെയ്യും. നമ്മൾ ഇത്രയും ഇത്രയും കടന്നു വന്നു, നമ്മൾ ഇത്രയും വർഷം ഭൂമിയിൽ ഉണ്ടായിരുന്നല്ലോ. ഗുണവും ദോഷവും അനുഭവിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ദോഷം മാത്രമല്ല, ഗുണം മാത്രമല്ല, ഗുണദോഷ സമ്മിശ്രമാണ് എല്ലാവരും അനുഭവിക്കുന്നത്. ശരിയല്ലേ? ശരി. അപ്പോൾ ഇനി അവസാനമായി മീനക്കൂറുകാർ. മീനക്കൂറുകാർക്ക് ഇപ്പോൾ 7.5 ശനിയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വർഷം നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ ഈ -1 അരുൺ അനന്തപുരി മീനക്കൂർ. തീർച്ചയായിട്ടും അവർക്ക് നല്ല ഒരു വർഷമാണ്. 7.5 ശനി ആണെങ്കിൽ കൂടി 5-ൽ വ്യാഴം സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം. കുറേ കാലം കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന, ഇനിയിപ്പോൾ ഇതൊക്കെ കിട്ടണം, ലഭിക്കണം എന്നുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. നേട്ടം എന്ന് പറഞ്ഞാൽ മതി, ഗുണമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവരവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൂടുതൽ ഉണ്ടാകുന്ന കാലഘട്ടത്തെ വ്യാഴം സൂചിപ്പിച്ച് തന്നു. ദേഷ്യം കുറയ്ക്കാൻ പറ്റുമോ? അത് അവരവർ തന്നെ ശ്രമിക്കണം. അവരവർ കുറച്ചില്ലെങ്കിൽ നമ്മൾ കുറപ്പിക്കും, ഇടപെട്ട് കുറപ്പിക്കും. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പം അവരവർ ഇതെല്ലാം ഇതിങ്ങനെ ഗ്രഹങ്ങൾ കാണിച്ചു തരികയാണ്. ഇതെല്ലാം ഗ്രഹാഹ സർവേ സൂചയന്തി എന്നാണ്. ഈ സൂചയന്തി എന്നുള്ളത് ഇൻഡിക്കേറ്റ് എന്നാണല്ലോ. അപ്പോൾ അതായത് എപ്രകാരമാണോ ഒരു നമ്മളുടെ ശരീരത്തിലെ ഊഷ്മാവിനെ, പനിയെ തെർമോമീറ്റർ കാണിച്ചു തരുന്നു. ശരിയല്ലേ? തെർമോമീറ്റർ ആണോ പനിക്ക് കാരണം? അല്ല. ഇത് എത്ര നന്നായിട്ട് നിങ്ങൾക്കറിയാം. പക്ഷെ ഒരു ജ്യോതിഷിയുടെ അടുത്ത് പോകുമ്പം, ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് ജാതകം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാറ്റ് പോവുക. ഈ ഗ്രഹങ്ങൾ നമ്മളെ ഒന്നും ചെയ്യുന്നില്ല എന്നും ഈ ജാതകം എന്നുള്ളത് ഒരു റിപ്പോർട്ടാണെന്നും നമ്മുടെ തന്നെ ചെയ്തികളെ, മുമ്പ് ചെയ്തു പോയ ചെയ്തികളെ കാണിച്ചു തരികയാണ്. ഇത്രയേ ഉള്ളൂ. ശരിയല്ലേ? ആ ഊഷ്മാവ് അറിയണം എന്നുള്ളവൻ തെർമോമീറ്റർ വെച്ച് നോക്കുന്നു. പ്രാരബ്ധകർമ്മം അറിയണ്ട എന്നുള്ളവൻ തീർച്ചയായിട്ടും ജീവിക്കാൻ പറ്റും. പക്ഷെ എന്തിനറിയണം എന്നുള്ളതുണ്ട്, അത് നമ്മളെ തന്നെ മൈൻഡ് ചെയ്ത് നമ്മുടെ കർമ്മങ്ങളെ, സത്കർമ്മങ്ങൾ കൂടുതലായിട്ട് ചെയ്തു പോകാനായിട്ട് ഒരു ഗൈഡിങ് ടൂളായിട്ടാണ് ഈ ജ്യോതിഷത്തെ, ജാതകത്തെ ഉപയോഗിക്കേണ്ടത്. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ മീനക്കൂറുകാർക്ക് പറഞ്ഞു നിർത്താം, എന്തായാലും ഒരു നല്ല വർഷമാണ്. എന്നിരിക്കലും ഈ 7.5 ശനിയുണ്ട്. ഇനിയൊരു 2.5-3.5 കൊല്ലം കഴിഞ്ഞു. ഇനി ബാക്കി കുറച്ച് കാലം കൂടിയുണ്ട്. ഒരു സ്ലോനെസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഈ തടസ്സം വരുമ്പം അഭിമാനം കൂടുതലുള്ള ഒരു രാശിയാണ് കേട്ടോ. അഭിമാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻസിറ്റിവിറ്റിയാണ്. അവർക്ക് ഒരു സെൻസിറ്റിവിറ്റി കൂടുതലാവും പൊതുവെ. അപ്പോൾ നമ്മൾ പരിശ്രമം കൂട്ടുക എന്നുള്ളതാണല്ലോ അവിടെ പറഞ്ഞേക്കുന്നത്.